Hello everyone, myself Jamima. Today's my topic is SEBI guidelines on mutual funds. First of all, mutual fund എന്താന്ന് പറയാം. Mutual fund is a professionally managed fund which pools money from many investors to purchase securities. മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞാൽ ഒരു പ്രൊഫഷണലി മാനേജ് ചെയ്യപ്പെടുന്ന ഒരു ഫണ്ടാണ്. അതിൽ ക്യാഷ് വരുന്നത് എവിടുന്നാന്ന് വെച്ചാൽ പല ആൾക്കാർ, അതായത് ഇൻവെസ്റ്റേഴ്സിൽ നിന്നും ക്യാഷ് വന്നിട്ട് അതുപയോഗിച്ച് സെക്യൂരിറ്റീസ് പർച്ചേസ് ചെയ്യാം. ഇതാണ് മ്യൂച്വൽ ഫണ്ട് പറഞ്ഞാൽ. ഈ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഈ ഫണ്ട് പല അസറ്റ് ക്ലാസ്സിലേക്കും റീഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പം സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ കുറേ ആൾക്കാർ കൂടിയിട്ട് സ്വരൂപിക്കുന്ന ഒരു ഫണ്ടിനെയാണ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത്. അതിന് നെക്സ്റ്റ് സെബി, സ്റ്റോക്ക് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. ഇപ്പം മ്യൂച്വൽ ഫണ്ട്, ക്യാപിറ്റൽ മാർക്കറ്റ്, സ്റ്റോക്ക് എക്സ്ചേഞ്ച്, സ്റ്റോക്ക് ബ്രോക്കേഴ്സ് ഇവരൊക്കെ കൺട്രോൾ ചെയ്യുന്നതും റെഗുലേറ്റ് ചെയ്യുന്നതും സെബിയാണ്. ബാങ്കുകൾക്കൊക്കെ RBI എങ്ങനെയാണെന്ന് വെച്ചാൽ അതുപോലെ തന്നെയാണ് മ്യൂച്വൽ ഫണ്ടിനൊക്കെ സെബി ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മ്യൂച്വൽ ഫണ്ടിനൊക്കെ കൺട്രോൾ ചെയ്യുന്ന, റെഗുലേറ്റ് ചെയ്യാനും വേണ്ടിയിട്ടുള്ള ഗൈഡ് ലൈൻസ് ഇതൊക്കെ ഇറക്കുന്നത് സെബിയാണ്. സെബി 2017 മ്യൂച്വൽ ഫണ്ടുകളോടൊക്കെ അവരുടെ എല്ലാ മ്യൂച്വൽ ഫണ്ട് സ്കീമിനെയും റീകാറ്റഗറൈസ് ചെയ്യാൻ പറഞ്ഞുകൊണ്ട് ഒരു സർക്കുലർ ഇറക്കി. ആ സർക്കുലറിൽ മെയിനായിട്ട് 4 കാര്യങ്ങളാണ് പറയുന്നത്. അതിൽ ഫസ്റ്റ് വൺ പറയുന്നത് വെച്ചാൽ മിസ്ലീഡിങ് ആയിട്ടും അതുപോലെ തന്നെ ഫാൻസി നെയിംസ്, മിസ്ലീഡിങ് ആയിട്ടുള്ള നെയിംസൊക്കെ മാറ്റിയിട്ട് അങ്ങനത്തെ നെയിംസൊന്നും ഓരോ സ്കീമിന്, മ്യൂച്വൽ ഫണ്ട് സ്കീമിന് ഇടാൻ പറ്റൂല. അതുപോലെ തന്നെ അങ്ങനത്തെ നെയിംസ് ഉണ്ടെങ്കിൽ അത് റീനെയിം ചെയ്യണമെന്ന് ആ സർക്കുലറിൽ പറയുന്നുണ്ട്. ദെൻ സെക്കൻഡ് പറയുന്നത് ഓരോ സ്കീമിലും ഓരോ കാറ്റഗറിയിലും മൾട്ടിപ്പിൾ സ്കീം ലോഞ്ച് ചെയ്യാൻ പറ്റൂല എന്ന് പറയുന്നുണ്ട്. അതാണ് രണ്ടാമത്തെ പോയിന്റ് പറഞ്ഞാൽ. പിന്നെ മൂന്നാമത്തത് സ്കീം ക്ലാസിഫിക്കേഷനാണ്. ഇപ്പം ഈ സ്കീം ക്ലാസിഫിക്കേഷൻ 5 ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അതിൽ ഫസ്റ്റ് വൺ ഇക്വിറ്റി സ്കീം, സെക്കൻഡ് വൺ ഡെപ്റ്റ് സ്കീം, ഹൈബ്രിഡ് സ്കീം, സൊല്യൂഷൻ ഓറിയൻറ്റഡ് സ്കീം ആൻഡ് അതർ സ്കീം. ഇക്വിറ്റി സ്കീം പറഞ്ഞാൽ മെയിൻലി ഇൻവെസ്റ്റഡ് ഇൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന സ്കീമാണ് ഇക്വിറ്റി സ്കീം. ഇതിൻ്റെ തന്നെ സബ് കാറ്റഗറൈസേഷൻ വരുന്നുണ്ട്. 10 സബ് കാറ്റഗറീസ് ഈ ഒരു സ്കീമിൽ വരുന്നുണ്ട്. ഈ ഡെപ്റ്റ് സ്കീം മെയിനായിട്ട് ഉദ്ദേശിക്കുന്ന ഡെപ്റ്റ് സെക്യൂരിറ്റീസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ്. അതിന് 16 സബ് കാറ്റഗറീസ് വരുന്നുണ്ട്. ഹൈബ്രിഡ് സ്കീം ഇക്വിറ്റി സ്കീമിൻ്റെയും ഡെപ്റ്റ് സ്കീമിൻ്റെയും ഒരു മിക്സാണ്. അതിൽ തന്നെ 6 സബ് കാറ്റഗറീസ് വരുന്നുണ്ട്. ഈ സൊല്യൂഷൻ ഓറിയൻറ്റഡ് സ്കീം റിട്ടയർമെൻറ്റ് അതുപോലെ തന്നെ ചൈൽഡ് പ്ലാനൊക്കെ ഉദ്ദേശിച്ചിട്ടുള്ള സ്കീമാണ്. ഇതിൽ 2 സബ് കാറ്റഗറീസ് വരുന്നുണ്ട്. ആൻഡ് ലാസ്റ്റ് വൺ അതർ സ്കീംസ്. ഇതിൽ ഫണ്ട്സ് ഓഫ് ഫണ്ട്, ETFs, ഇൻഡെക്സ് ഓഫ് ഫണ്ട് ഇതൊക്കെയാണ് വരുന്നത്. ഇങ്ങനത്തെ സ്കീംസാണ് വരുന്നത്. ഇതിൽ 2 സബ് കാറ്റഗറീസ് വരുന്നുണ്ട്. ഇനി നെക്സ്റ്റ് കാറ്റഗറൈസേഷൻ അക്കോർഡിംഗ് ടു മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ. മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ്റെ അണ്ടറിൽ 3 ലിസ്റ്റഡ് കമ്പനീസിനെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അതിൽ ഫസ്റ്റ് വൺ ലാർജ് ക്യാപ്പ്, മിഡ് ക്യാപ്പ്, സ്മോൾ ക്യാപ്പ്. ഇവിടെ ക്യാപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് ക്യാപിറ്റലൈസേഷനാണ്. ക്യാപിറ്റലൈസേഷൻ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനാണ്. ഇപ്പം ഇതിൽ ലാർജ് ക്യാപ്പ് പറയുന്നത് ഇപ്പോൾ ടോപ്പായിട്ടുള്ള 100 മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനുള്ള കമ്പനിനെയാണ് ലാർജ് ക്യാപ്പ് എന്ന് പറയുന്നത്. ഇപ്പോൾ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ട് അതുപോലെ തന്നെ നല്ല സ്റ്റേബിളായിട്ട് നല്ല മെച്ചുവേർഡ് ആയിട്ടുള്ള കമ്പനികളാണ് ഈ ഒരു ലാർജ് ക്യാപ്പിൽ പെടുന്നത്. അതിൽ അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, ആ ലാർജ് ക്യാപ്പിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിൽ റിസ്ക് കുറവായിരിക്കും. അതുപോലെ തന്നെ റിട്ടേൺ കൂടും, പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ഉണ്ടാവും. അതിനൊരു എക്സാമ്പിൾ, കമ്പനീസിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇൻഫോസിസ്, TCS ഒക്കെ ലാർജ് ക്യാപിറ്റലൈസേഷൻ കമ്പനീസിൽ പെടുന്നതാണ്. ഇനി സെക്കൻഡ് മിഡ് ക്യാപിറ്റലൈസേഷൻ പറയുന്നത് 101 to 250 ലിസ്റ്റഡ് കമ്പനീസ് ബൈ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ.
ഈ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ്റെ ഇതിൽ 101 തൊട്ട് 250 വരെ റേഞ്ചിലുള്ള ലിസ്റ്റഡ് കമ്പനീസാണ് മിഡ് ക്യാപ്പ് പെടുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മണപ്പുറം, മുത്തൂറ്റ്, ഇതൊക്കെ ഈ ഒരു കാറ്റഗറിയിൽ പെടും. ഈ മിഡ് ക്യാപിറ്റലൈസേഷനിലുള്ള കമ്പനീസ് എങ്ങനെയാണ് ലാർജ് ക്യാപിറ്റലൈസേഷനിൽ എത്തുക എന്നുള്ളത് എപ്പോഴും ഇങ്ങനെ അതിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നിൽക്കുന്ന കമ്പനീസ് ആയിരിക്കും. അപ്പോൾ ലാസ്റ്റ് സ്മോൾ ക്യാപ്പ് പറഞ്ഞാൽ സ്മോൾ കമ്പനീസാണ്, അത്രത്തോളം സ്റ്റേബിളൊന്നും അല്ലാത്ത കമ്പനീസാണ് ഈ ഒരു കാറ്റഗറിയിൽ പെടുക. 251 ഓർ ബിലോ ലിസ്റ്റഡ് കമ്പനീസ് ബൈ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനിൽ 251 താഴെയുള്ള കമ്പനീസാണ് ഇതിൽ പെടുന്നത്. ഇപ്പോൾ ഈ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു കമ്പനിയിൽ ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ടുള്ള ഷെയർ ഉണ്ടാവും. ആ ഷെയറിൻ്റെ ഇപ്പോൾ മാർക്കറ്റിലുള്ള വാല്യൂ നോക്കിയിട്ട് അത് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന എമൗണ്ടാണ് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ പറയുന്നത്. ഇനി നെക്സ്റ്റ് ഗൈഡ് ലൈൻസ് ഫോർ ഇൻവെസ്റ്റേഴ്സ്. അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ സെബി ആണ് ബാങ്കുകൾക്ക് RBI ഉള്ളതുപോലെ സെബി ആണ് മ്യൂച്വൽ ഫണ്ട്, അതുപോലെ തന്നെ സ്റ്റോക്ക് മാർക്കറ്റ്, സ്റ്റോക്ക് എക്സ്ചേഞ്ച്, സ്റ്റോക്ക് ബ്രോക്കേഴ്സ് ഇവരൊക്കെ കൺട്രോൾ ചെയ്യുന്നത്, അതുപോലെ തന്നെ ഗൈഡ് ലൈൻസ് കൊടുക്കുന്നതും ഒക്കെ സെബിയാണ്. അപ്പോൾ ഇതിൽ 5 പോയിൻറ്റ്സ് പറയുന്നുണ്ട്. അതിൽ ഫസ്റ്റ് വൺ, അസസ്മെൻറ്റ് ഓഫ് അവർ പേഴ്സണൽ ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ. പറയുന്നത് നമ്മളൊരു സ്കീം സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മളെ പേഴ്സണലായിട്ടുള്ള ഫൈനാൻഷ്യൽ സിറ്റുവേഷനും പൊസിഷനും ഒക്കെ നമ്മൾ ഫസ്റ്റ്ലി അസസ് ചെയ്യണം. നമ്മൾ അറിഞ്ഞിരിക്കണം നമ്മളെ പൊസിഷൻ എന്താണ്, നമ്മളെ ഫൈനാൻഷ്യൽ പൊസിഷനും, അതുപോലെ തന്നെ നമുക്ക് എത്രത്തോളം ഒരു സ്കീം സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് എത്രത്തോളം റിസ്ക് ബെയർ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്, അതുപോലെ തന്നെ ഈ സ്കീമിൽ നമുക്ക് എത്ര പ്രോഫിറ്റ് ഉണ്ടാകും, നമ്മൾ എത്രത്തോളം റിസ്ക് ബെയർ ചെയ്യേണ്ടി വരും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഫസ്റ്റ് തന്നെ അസസ് ചെയ്യണം. നമ്മളെ അടുത്തുള്ള ഇപ്പോഴത്തെ ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ കാര്യങ്ങളൊക്കെ നമ്മൾ ഫസ്റ്റ്ലി അസസ് ചെയ്യണം. എന്നിട്ട് മാത്രമേ നമ്മൾ ഒരു സ്കീമോ അല്ലെങ്കിൽ ഫണ്ടോ ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതിന് സെക്കൻഡ് പോയിന്റ് പറയുന്നത് ഒബ്റ്റെയിൻ റിസർച്ച്ഡ് ഇൻഫർമേഷൻ ഓൺ ദ മ്യൂച്വൽ ഫണ്ട്സ് ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീം. പറയുന്നത് ഫസ്റ്റ് പറഞ്ഞ പോയിന്റ് പറഞ്ഞിരുന്ന അതേ ഇതന്നെയാണ്. കാരണം നമ്മൾ ഒരു സ്കീം ചൂസ് ചെയ്യുമ്പോൾ അത് ഫസ്റ്റ്ലി നമ്മൾ റിസർച്ച് ചെയ്തിരിക്കണം ആ സ്കീമിനെ കുറിച്ച്, അതുപോലെ തന്നെ അതിനെക്കുറിച്ചുള്ള എല്ലാ ഇൻഫർമേഷനും നമ്മൾ റിസർച്ച് ചെയ്തിട്ട് മാത്രമേ നമുക്ക് ബെസ്റ്റ് ആയിട്ടുള്ള സ്കീം നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം അല്ലാതെ നമ്മൾ എത്രത്തോളം റിസ്ക് ഉണ്ടാവുമെന്നൊന്നും അറിയാതെ, അല്ലെങ്കിൽ നമ്മളെ ഫൈനാൻഷ്യൽ പൊസിഷനൊന്നും നോക്കാതെ നമ്മളൊരു സ്കീം ചൂസ് ചെയ്യുന്നതിൽ കാര്യമല്ല. അപ്പോൾ നമ്മൾക്ക് ഫസ്റ്റ് അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്തിട്ട് മാത്രമേ നമ്മൾക്ക് ചൂസ് ചെയ്യുന്നതാണ് ബെറ്റർ. ഡൈവേഴ്സിഫൈ പോർട്ട്ഫോളിയോസ്. ഇപ്പം മ്യൂച്വൽ ഫണ്ട് തന്നെ ഒരു ഡൈവേഴ്സിഫിക്കേഷൻ ആണ്. കാരണം മ്യൂച്വൽ ഫണ്ടിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ക്യാഷ് പല സെക്ടേഴ്സിലേക്കും ഡൈവേഴ്സിഫൈ ആയി പോകും. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളെ ടെക്സ്റ്റൈൽസിലേക്ക് പോകും, അതുപോലെ തന്നെ ഓട്ടോമൊബൈൽസ്, അങ്ങനെ ഡൈവേഴ്സിഫൈ ആയി പോകുന്നുണ്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫണ്ട്. ഇപ്പോൾ ഓട്ടോമൊബൈൽസിൽ തന്നെ ഹ്യുണ്ടായി കുറച്ചുണ്ടാവും, അതുപോലെ തന്നെ ടാറ്റ കുറച്ചുണ്ടാവും, കുറച്ച് മാരുതി ഉണ്ടാവും. അങ്ങനെ ഡൈവേഴ്സിഫിക്കേഷൻ വരുന്നുണ്ട്. അതിലൂടെ നമ്മൾക്ക് റിട്ടേൺസ് കൂടും, പ്രോഫിറ്റ് കൂടും, റിസ്ക് കുറയും. കാരണം ഈ ഒരു കമ്പനീസിൽ നിന്നൊക്കെ ഉള്ള റിട്ടേൺസ് നമുക്ക് കിട്ടുന്നുണ്ട്. ദെൻ അവോയ്ഡ് ദ ക്ലട്ടർ ഓഫ് പോർട്ട്ഫോളിയോസ്. അപ്പോൾ നമ്മൾ ഇതിൽ ഈ ഒരു പോയിന്റ് പറയുന്നത് വെച്ചാൽ നമ്മൾ ബെസ്റ്റായിട്ടുള്ള ഒരു സ്കീം തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ക്ലട്ടർ അവോയ്ഡ് ചെയ്യാൻ കഴിയും. നമുക്ക് അത് നല്ലോണം മെയിൻറ്റെയിൻ ചെയ്യാനും മാനേജ് ചെയ്യാനും കഴിയും. നമുക്ക് റൈറ്റ് ആയിട്ടുള്ള ഒരു സ്കീമാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്, ചൂസ് ചെയ്യുന്നത് വെച്ചാൽ അത് നമുക്ക് നല്ല രീതിയിൽ തന്നെ മാനേജ് ചെയ്യാൻ കഴിയും. അല്ലാതെ ഇങ്ങനെ നമ്മൾക്ക് ഒരു ബെസ്റ്റ് അല്ലാത്ത സ്കീമാണ് വെച്ചാൽ നമുക്ക് അത് മാനേജ് ചെയ്യാനും അല്ലെങ്കിൽ നമ്മൾക്ക് കഴിയൂല. അതുകൊണ്ട് നമ്മൾ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള റൈറ്റ് ആയിട്ടുള്ള സ്കീം തന്നെ ചൂസ് ചെയ്യാൻ ശ്രദ്ധിക്കാം. ദെൻ ലാസ്റ്റ് പറയുന്നത് അസൈൻ എ ടൈം ഡയമെൻഷൻ ടു ദ ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീം. ഇത് ഒരു മെയിനായിട്ടുള്ള മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്. അപ്പം
ഈ മ്യൂച്വൽ ഫണ്ടിൽ ഓപ്പൺ എൻഡഡ് സ്കീം വരുന്നുണ്ട്, അതുപോലെ തന്നെ ലോക്കിംഗ് പീരീഡ് ഉള്ള സ്കീംസ് വരുന്നുണ്ട്. കുറേ സ്കീംസ് ഉണ്ട് മ്യൂച്വൽ ഫണ്ടിൽ. അതിൽ ലോക്കിംഗ് പീരീഡ് ഉള്ള സ്കീംസ് ആണെങ്കിൽ 4 to 5 years അങ്ങനെയൊക്കെ ആയിരിക്കും ലോക്കിംഗ് പീരീഡ് ഉണ്ടാവുക. അപ്പോൾ നമുക്ക് അങ്ങനെ ഉള്ള ലോക്കിംഗ് പീരീഡ് ഉള്ള സ്കീംസ് ആണെങ്കിൽ അതിൽ നിന്നുള്ള പ്രോഫിറ്റ് നമുക്ക് കൂടുതലുണ്ടാവും, നമുക്ക് റിട്ടേൺസ് കൂടുതലുണ്ടാവും. അതുപോലെ തന്നെ റിസ്ക്കും കുറച്ച് ബെയർ ചെയ്യേണ്ടി വരും, പക്ഷേ റിട്ടേൺസ് നമുക്ക് കൂടുതലുണ്ടാവും. പക്ഷേ ഓപ്പൺ എൻഡഡ് ആണെങ്കിൽ അതിന് അങ്ങനെ മെച്യൂരിറ്റി ഡേറ്റോ അല്ലെ കാലാവധി കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. നമുക്ക് എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഇന്ന് ഇപ്പോൾ ഇന്ന് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് നാളെ തന്നെ നമുക്ക് എക്സിറ്റ് അടിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. അല്ലാതെ ഒരു ഇത് വെച്ചാൽ 2099 വരെയാണ് അതിൻ്റെ ഒരു കാലാവധി. പക്ഷേ അതിൻ്റെ മുന്നേ നമുക്ക് എപ്പോൾ വേണമെങ്കിലും എക്സിറ്റ് അടിക്കാം. പക്ഷേ ലോക്കിംഗ് പീരീഡ് ഉള്ളതാണെങ്കിൽ ആ ഒരു ഇയേഴ്സ് എത്ര കാലാവധി വെച്ചാൽ അപ്പോൾ മാത്രമേ നമുക്ക് അതിന്ന് പുറത്തേക്ക് വരാൻ കഴിയുള്ളൂ. അങ്ങനെയാണെങ്കിൽ തന്നെ അതിൽ നല്ല നമുക്ക് റിട്ടേൺസ് അതിൽ കൂടും. അപ്പം ഓപ്പൺ എൻഡഡ് ആണെങ്കിൽ റിസ്ക് കുറയും, ആ ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. പിന്നെ അപ്പോൾ ഇതൊക്കെയാണ് സെബി ഗൈഡ് ലൈൻസ് ഓൺ മ്യൂച്വൽ ഫണ്ട്. താങ്ക് യു.